മാജിക് മോർണിംഗ്. കേൾക്കാൻ മോർണിംഗ്. പറ്റുന്നുണ്ടല്ലോ അല്ലെ? Magic morning. ഹലോ, എന്റെ ഓഡിയബിൾ ആണോ? ഓഡിയബിൾ ആണ്. താങ്ക് യു. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ സെഷൻ എടുക്കുന്നത് ഓക്സിജൻ സാറാണ്. സാർ ഇന്നത്തെ ടോപ്പിക്കാണ്, നമുക്ക് ഓൾറെഡി നമുക്കൊരു സെഷൻ ഉണ്ടായിരുന്നു, റോഡ്, അതിന്റെ പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി ഓക്സിജൻ സാറെ ഇൻവൈറ്റ് ചെയ്യാൻ. ഓക്സിജൻ സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു സോ മച്ച് ഗോപ്യ, താങ്ക്സ് എ ലോട്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് റോഡാണ്. ആർക്കെങ്കിലും ഓർക്കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ, നമ്മൾ അന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹാബിറ്റ്സിന് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ടാലന്റിനേക്കാളും ഉപരി നമ്മുടെ ഹാബിറ്റ്സിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ പറഞ്ഞത്. കാരണം റിച്വൽസ് ആണ് നമ്മളെ മേക്ക് ചെയ്യുന്നതാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇന്റൻസിറ്റി, ഇറ്റ്സ് അബൌട്ട് കൺസിസ്റ്റൻസി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കണ്ടത്. കാരണം നമ്മൾ എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ജീവിതത്തിലെ വിജയത്തെ നിർണ്ണയിക്കും. ഇപ്പം നമ്മൾ അതിന് പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ ഒരു ബോഡി ബിൽഡിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ ഒരു ദിവസം 10 മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ബോഡി ബിൽഡിംഗ് നടക്കൂല. ഇറ്റ്സ് ടേക്ക് സം ടൈം, ബട്ട് ഇറ്റ് ഹാസ് ടു ഡു എവറി ഡേ. അപ്പൊ അദ്ദേഹം 10 മണിക്കൂർ കുറെ മാസങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. അതല്ലാതെ എന്നാലും പോലും അത് ബോഡീനെ ഭയങ്കര ടയർഡ് ആവും. ആള് ഒരു വലിയൊരു ഗുരു ഇതുപോലെ തന്നെ കരാട്ടെ പ്രാക്ടീസ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്ത ഞാനിത് എത്ര വർഷം കൊണ്ട് പഠിക്കും? അപ്പം ഗുരു പറഞ്ഞു 5 വർഷം. ഓക്കെ, എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഡെയിലി 2 hours വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഞാൻ എത്ര വർഷം കൊണ്ട് പഠിക്കും? അപ്പൊ ഗുരു പറഞ്ഞു 6 വർഷം. ഇങ്ങനെ ഇവ മണിക്കൂർ കൂട്ടുന്തോറും ഇവന്റെ ഗുരു ഡേയ്സും കൂട്ടി തുടങ്ങി. അപ്പൊ അവസാനം അദ്ദേഹം ചോദിച്ചു എന്താ സംഭവം. പുള്ളി പറഞ്ഞു ഇന്റൻസിറ്റി കൂട്ടിയോണ്ട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം നീ അത് അത്രയും ടയർഡ് ആവും, ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ റിച്വൽസ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു ഏതൊക്കെ റിച്വൽസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സക്സസിന് വേണ്ടി കൊണ്ടുവരേണ്ടതെന്നൊക്കെ നമ്മൾ കണ്ടു. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താന്ന് വെച്ചാല് ഓൺ യുവർ ബോറിംഗ് ഡേയ്സ് എന്നുള്ളതാണ്. എന്താണ് ഓൺ യുവർ ബോറിംഗ് ഡേയ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ജീവിതത്തിന്റെ ഒരു പ്രോസസ്സിലേക്ക് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു റിച്വൽ എടുത്തു കഴിയുമ്പോൾ ഇതൊരിക്കലും രസകരമായിരിക്കില്ല. രസകരമായിരിക്കില്ല എന്ന് മാത്രമല്ല, ഭയങ്കര ബോറിംഗ് ആയിരിക്കും. നമ്മൾ റിസൾട്ട് കാണത്തില്ല. ഇവിടെ നമ്മുടെ ലൈഫിലേക്ക് തന്നെ ഒന്ന് എടുത്തു നോക്കും. നമ്മൾ എത്ര പേര് ഒരു ട്രെയിനർ ആവണം എന്ന് വിചാരിച്ച് പ്രാക്ടീസ് ഒക്കെ തുടങ്ങി. ഇപ്പൊ എനിക്ക് തോന്നുന്നു സെന്തിമാമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ട്രെയിനിങ്ങുകളൊന്നും ഒരു ഭയങ്കര ബോറായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നമുക്ക് എത്താൻ പറ്റൂല എന്നുള്ളത് ഭയങ്കര കഷ്ടം. നമ്മുടെ മനസ്സിൽ മുഴുവൻ ഡ്രീം എന്താണ്? ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ ട്രെയിനിങ് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മാരത്തോൺ ഓടാൻ ആഗ്രഹിക്കുന്ന ഒരാള് മാരത്തോൺ ഓടി തുടങ്ങുന്നു. ഈ മാരത്തോൺ ഓടി തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഡേ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. കാരണം നമ്മുടെ ആഗ്രഹം എന്താണ്? ഒരു മാരത്തോൺ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്ന് പറഞ്ഞൂടാ, 42 കിലോമീറ്റർ ഓടണം. അപ്പൊ ഈ 42 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് 42 കിലോമീറ്റർ ഓടാൻ പറ്റില്ല. അപ്പൊ ആദ്യത്തെ ദിവസം ഓടുമ്പോൾ ഭയങ്കര എനർജിയോടെ ആയിരിക്കും ഓടുന്നത്. പിറ്റേ ദിവസം കുറച്ചും കൂടി എനർജി ഉണ്ടാവും. ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ 42 പോയിട്ട് ഒരു 4 കിലോമീറ്റർ പോലും അടുപ്പിച്ച് ഓടാൻ പറ്റില്ല. ആ സമയം കൊണ്ട് നമ്മുടെ കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ടാവും, നമ്മുടെ ബോഡി എൻറ്റയർ പെയിൻ ആയിരിക്കും. പക്ഷെ ആ മോട്ടിവേഷൻ, അതായത് 42 കിലോമീറ്റർ മാരത്തോണിന് ഓടുന്ന മോട്ടിവേഷൻ ഒക്കെ 1 മാസം കഴിയുമ്പോൾ നിന്ന് പോയിട്ടുണ്ടാവും. ഭയങ്കര ബോറിംഗ് ആയിരിക്കും, ഒരു റിസൾട്ടും കാണുന്നുണ്ടാവില്ല. അവിടെ വെച്ചിട്ട് നമ്മള് നിർത്തി പോകും. ഇത് അറ്റോമിക് ഹാബിറ്റ്സിൽ വളരെ രസകരമായിട്ട്, ആ ബുക്ക് വായിക്കാത്തവർ വായിച്ച നല്ലതായിരിക്കും. അറ്റോമിക് ഹാബിറ്റ്സിൽ വാലി ഓഫ് ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. വാലി ഓഫ് ഡിസപ്പോയിന്റ്മെന്റ്. ആ വാലിയിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും നശിച്ചു പോകും. കാര്യം നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് ബോറടിക്കുന്ന സമയത്ത് ആ സമയം എത്തുമ്പോഴേക്കും നമ്മൾ ഇട്ടിട്ട് പോകുന്നു. ആ ഇട്ടിട്ട് പോകലാണ് നമ്മുടെ പലവരുടെയും വിജയം കൈവിട്ടു പോയിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര്
എത്ര കഴിവുള്ള ആൾക്കാരാണ്. ഈ കഴിവുള്ള ആൾക്കാരൊക്കെ പല കാര്യത്തിനും വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. ഇല്ലാന്ന് ഞാൻ പറയില്ല. എല്ലാവരും എന്തെങ്കിലും ഒരു ഡ്രീം ലക്ഷ്യം കണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചതാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ ഇതിന്റെ ഒരു ബോറിംഗ് ഡേയ്സിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ ഉപേക്ഷിച്ചു പോയ എത്രയോ സ്വപ്നങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. എത്രയോ പേര് ഇപ്പൊ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് ആ വിചാരിച്ച ഇൻകം ഒക്കെ വരാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പറ്റണ വേണ്ട, ബിസിനസ് നടക്കൂല, ജോലിയിലേക്ക് തന്നെ പോകാം എന്ന് ആഗ്രഹിച്ച് ജോലിയിലേക്ക് പോയ എത്ര പേരുണ്ട്. ഇപ്പൊ ഇവിടെ പലരും ടീച്ചർ ജോലി അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ചെയ്യുന്നുണ്ട്. ഡ്രീം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ അതിനകത്തേക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് പോലും പകുതി എത്തിക്കഴിയുമ്പോൾ വിട്ടിട്ട് പോയ എത്ര ആൾക്കാരുണ്ട്. നമ്മള് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുന്ന സമയത്ത് ഇവിടെയാണ് ഞാൻ ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയാന്ന് വെച്ചാൽ ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നതാണ് ആ ബോറിംഗ് ഡേയ്സ്. നമ്മൾ ആ എന്താ പറയാ അത് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അതുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് വരുള്ളൂ. അല്ലാണ്ട് നമ്മള് ഒരു ട്രെയിനിങ്, ഞാനൊരു ട്രെയിനിങ് മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ ഫസ്റ്റ് ട്രെയിനിങ് തന്നെ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് ചിന്തിക്കുന്നത് അതൊരു എന്താ പറയുക നെഗറ്റീവ് തിങ്കിങ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരിക്കലും പറ്റൂല. ഫസ്റ്റ് ട്രെയിനിങ് ഒരിക്കലും ഒരാളുടെ ഏറ്റവും ബെസ്റ്റ് ആക്കി മാറ്റാനായിട്ട് പറ്റൂല. അതല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ബുക്ക് എഴുതുന്നത് തന്നെ ഏറ്റവും വലിയ ഹിറ്റ് ആവണമെന്ന് പറയുന്നത് അതൊരു എന്താ പറയാ അതത്രയും വലിയൊരു നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം. നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ് തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചു എന്നുള്ളത്. തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചു, അതുകൊണ്ട് നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ ലൈറ്റിലിരുന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിന്റെ ഫസ്റ്റ് ഇപ്പൊ നമ്മൾ ഏത് ഫോമിൽ ലൈറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാലും അതിന്റെ ഫസ്റ്റ് ഇൻവെൻഷൻ ഇറ്റ്സ് ഫ്രം തോമസ് ആൽവ എഡിസൺ. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചു ലൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ള ഒരു തോട്ട് വന്ന അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങള് പരാജയങ്ങളായിരുന്നു. പല സ്ഥലത്തും പലതെന്നാ പറയുന്നത്. ചിലവർ പറയുന്നത് 10,000 പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുന്നത്, ചില ബുക്സിലൊക്കെ അത് 1000 ആണെന്ന് പറയുന്നത്. അപ്പൊ ഈ 1000 എടുത്തു. ഈ 1000 പരീക്ഷണങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 1 2 അല്ല, 1000 എണ്ണം തന്നെ എടുത്തു നോക്ക്. നമ്മൾ എത്ര പേര് ഒരു കാര്യത്തിന് ശ്രമിച്ചിട്ട് ഒരു 5 തവണ എത്തിയിട്ടുണ്ട്? ആരെങ്കിലും പറ. 5 തവണ പോലും നമ്മൾ എത്തൂല. 10 പോട്ടെ, 1000 പോട്ടെ, 100 തവണ എത്തിയ ആൾക്കാരൊന്നും ഇല്ല. കാരണം വെച്ചാല് നമ്മൾ ആ ഒരു അവസ്ഥ എത്തുമ്പോഴേക്കും നമ്മള് ബോറടിച്ച് ജീവിതത്തോട് തന്നെ നോ പറഞ്ഞാൽ നമ്മൾ തിരിച്ചു മാറും. പക്ഷെ ഇദ്ദേഹം ഒരു ബൾബിന്റെ ആ ഒരു കൂട്ടുമായിട്ട് 1000 തവണ ഇരുന്നു എന്ന് പറയുമ്പോൾ എത്ര ആ ബോറിംഗ് അവസ്ഥ ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറും. ഇപ്പൊ നമുക്കറിയാം KFCയും ഇതുപോലെ ഏകദേശം 1030ഓളം സ്റ്റോറിൽ അദ്ദേഹം കയറി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ബോറിംഗ് പ്രോസസ്. നമ്മൾ ഒരു സ്ഥലത്ത് ഒരു സാധനം കൊണ്ടുചെല്ലുന്നു, അയാൾ പറഞ്ഞു വേണ്ട, എനിക്ക് വേണ്ട, നോക്ക്, പറഞ്ഞു പോകുന്നു. അങ്ങനെ ഓരോ ഷോപ്പും നിങ്ങളൊന്ന് ആലോചിച്ചു, കാരണം നമ്പർ ഒന്ന് മനസ്സിൽ നിന്ന് കൗണ്ട് ചെയ്ത് നോക്ക്. ഒരു 100 200 1000 1000 ടൈംസ് ഓരോ ഷോപ്പിൽ കയറി ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് വാസ് റിയലി ബോറിംഗ്. അപ്പൊ 65 വയസ്സ് വരെ ഒന്നുമില്ലായിരുന്ന കേണൽ കെൻഡേഴ്സണോ അദ്ദേഹത്തിന്റെ 65 വയസ്സ് വരെ ഒന്നുമല്ല, ലോക പരാജിതൻ. പക്ഷെ ഒരു തീരുമാനം അദ്ദേഹം എടുത്തു, എന്താ പറയാ, മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. എനിക്കറിയാവുന്നൊരു കാര്യം ഇതാണ്. അതിന് 1000 ഷോപ്പ് കയറി ഇറങ്ങാനുള്ള ആ ബോറിംഗ് ഡേയ്സ് ഉൾക്കൊള്ളാനായിട്ട് അദ്ദേഹം റെഡി ആയതുകൊണ്ടാണ് അദ്ദേഹം മരിച്ച സമയത്ത് ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് ഒഴുകിയത്. ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയൊരു ഫുഡ് ചെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് KFC തന്നെയാണ്. നമ്മുടെ നാട്ടിലേക്ക് പണ്ട് നമ്മുടെ സിറ്റിയിലൊക്കെ മാത്രമേ കൊടുക്കുള്ളായിരുന്നു. ഇപ്പൊ നാട്ടിൻപുറത്ത് പോലും KFC കൊടുത്തു തുടങ്ങി. സോ ഇറ്റ്സ് എക്സ്പാൻഡിങ് ലൈക്ക് എനിത്തിങ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ ആ ബോറിംഗ് ഡേയ്സിലേക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ റോഡ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ആ പ്രോസസ്സിൽ ബോറിംഗ് ആയിട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരു റിസൾട്ടും കാണാത്തപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട് നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്. ഇതുപോലെ ഇതിന് നമുക്ക് പല മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാം, പല മെത്തേഡ്സും. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡ് ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്ന ഒരു ഫേമസ് എഴുത്തുകാരൻ, അദ്ദേഹം ബുക്ക് എഴുതാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പൊ ആ ബുക്ക് എഴുതാനിരുന്ന സമയത്ത് അറിയാലോ, നമുക്ക് ഇവിടെ എത്ര പേരുണ്ട് ബുക്ക് എഴുതിയവരുള്ളവരുണ്ടോ? ഏതെങ്കിലും ബുക്ക് പോട്ടെ ഒരു 4 വരെ എഴുതിയ ആൾക്കാരുണ്ടോ? ആരെങ്കിലും? എവിടെ? ഒരു ലേഖനം എഴുതിയ ആൾക്കാരുണ്ടോ? ഒന്ന് പറയപ്പാ, യെസ് എന്നോ നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. എഴുതിയവരുണ്ടോ?
യെസ്. എത്ര പേജുള്ള ലേഖനം എഴുതി? ഞാൻ കവിതയാണ് എഴുതിയത്. കവിത കുഴപ്പമില്ല, ചെറിയ ഷോർട്ടാണ്. ഒരു നോവലോ അല്ലെങ്കിൽ ഒരു ലേഖനോ ഒരു 5-6 പേജുള്ളതൊക്കെ. ഇനി കവിത എഴുതുമ്പോൾ തന്നെ ആണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതിനു വേണ്ടി ഇരിക്കുന്ന സമയത്ത് എന്തൊരു ബോറിംഗ് ആയിരിക്കും അല്ലെ? ഒരു പേജ് എഴുതാൻ തന്നെ എത്ര ബുദ്ധിമുട്ടുണ്ടോ. കവിതയ്ക്ക് നമുക്ക് 2 പേജ് തീർക്കാം. ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ 300 പേജുള്ള ഒരു ബുക്ക് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് സത്യം പറഞ്ഞ ബുക്ക് എഴുതാനായിട്ട്. ആ ബോറിംഗ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്, അതും സമയവും നമ്മൾ ക്രമീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ എഴുതാത്തത്. ഞാൻ പക്ഷെ ഈ ക്ലാസ് ഞാൻ എടുക്കുന്നതോടുകൂടി ഞാൻ മോട്ടിവേറ്റഡ് ആവും എന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം വിക്ടർ ഹ്യൂഗോ ഇതുപോലെ ബുക്ക് എഴുതാൻ വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് വാങ്ങി. അദ്ദേഹം സ്ഥിരമായിട്ട് ബുക്ക് എഴുതാണ്, അദ്ദേഹത്തിന് ബുക്ക് എഴുതാൻ അറിയാത്തതുകൊണ്ടല്ല, അഡ്വാൻസ് വാങ്ങി എല്ലാം സെറ്റായി. നമ്മുടെ പാവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ബുക്കാണ്. അപ്പൊ അദ്ദേഹം ബുക്കിന് പൈസ വാങ്ങിയിട്ട് ഡെഡ് ലൈൻ കൊടുത്തു. അതായത് വിത്തിൻ എ ഇയർ ബുക്ക് റിലീസ് ചെയ്യണം. അദ്ദേഹം ഡെയിലി ബുക്ക് എഴുതാൻ വേണ്ടി ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. അപ്പൊ അദ്ദേഹം പുറത്തു പോകും, ആൾക്കാരൊക്കെ ആയിട്ട് പാട്ട് വിടും, 2 വലിക്കും, തിരിച്ചു വരും. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ പുള്ളി നോക്കിയപ്പോ 6 മാസം ഓൾറെഡി പോയി. ബുക്കിന്റെ ഒരു ചാപ്റ്റർ പോലും എഴുതിയിരുന്നിട്ടില്ല. അപ്പൊ അവിടെ നിന്ന് കോള് വന്നു, ഹായ് വിക്ടർ ഹ്യൂഗോ, വാട്ട് ഈസ് ദ പ്രോഗ്രസ്? നിങ്ങൾക്ക് ഞാൻ അഡ്വാൻസ് തന്നു, പക്ഷെ ഇഫ് യു ആർ നോട്ട് കംപ്ലീറ്റിംഗ് ഓൺ ടൈം നിങ്ങൾ എനിക്ക് ഫൈൻ തരേണ്ടി വരും. അതായത് ആ പ്രസാദകർക്ക് വലിയൊരു പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ വിക്ടർ ഹ്യൂഗോയ്ക്ക് മനസ്സിലായി സംഗതി പണി പാളി എന്നുള്ള കാര്യം. വിക്ടർ ഹ്യൂഗോ എന്താ ചെയ്തതെന്ന് അറിയോ? വളരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, വളരെ ഓടായിട്ടുള്ള ഒരു സംഭവമാണ്. പുള്ളി എഴുതാനിരിക്കുന്ന ഒറ്റയ്ക്കായിരുന്നു, പക്ഷെ അവിടെ പുള്ളിക്ക് സെർവന്റ് ഉണ്ട്. അപ്പൊ പുള്ളി ഇതിനെ ആലോചിച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി പുള്ളി പുറത്തു പോകാനുള്ള കാരണം പുള്ളിക്ക് ഡ്രസ്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെയാണ്. പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഡ്രസ്സ് അങ്ങ് ഊരി, ഷെൽഫിലെ ഡ്രസ്സ് മൊത്തം എടുത്തിട്ട് വേലക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ എന്ത് ചോദിച്ചാലും ഞാൻ എപ്പോ ചോദിച്ചാലും തരരുത്, എടുത്തോണം പറഞ്ഞു. ഒരു ഷാള് മേത്തിങ്ങനെ പൊതച്ച് വിത്തിരുന്നിട്ടാണ് പുള്ളി ബുക്ക് എഴുതിയത്. ഷോള് മാത്രം. നമുക്കറിയാലോ ഈ വലിയ കാശേര് പണ്ടത്തെ നമ്മുടെ പ്രകാശ് രാജിന്റെ സിനിമയിലൊക്കെ ഉണ്ടാവും ഒരു സാധനം, ഈ നമ്മൾ രാത്രി ഇടുന്ന ഡ്രസ്സ്, ഒരു ഒറ്റ കവർ പോലത്തുള്ള ഡ്രസ്സ്, വേറെ ഒന്നുമില്ല, ഇന്റർവെയർ പോലുമില്ല. അപ്പൊ പുള്ളിക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് എന്തായാലും പുറത്തു പോകാൻ പറ്റില്ല, വീടിന് പുറത്തു പോകാൻ പറ്റില്ല. നമുക്കറിയാം ചില സ്ത്രീകളൊക്കെ, ഇവിടെ ഇപ്പൊ എല്ലാവരും നൈറ്റിന് പുറത്തു പോകുന്ന സ്ത്രീകളൊക്കെ അറിയാലോ, ഒരു നൈറ്റ് ഗൗൺ പോലെ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നൈറ്റ് ഗൗൺ വീട്ടിൽ മാത്രം ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബെഡ്റൂമിൽ മാത്രം ഇടാൻ പറ്റുള്ളൂ. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ വേറെ ഡ്രസ്സ് മാറണം. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഗൗൺ പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് ഇദ്ദേഹം ഇരിക്കാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല് ആ ബോറിംഗ് ഡേയ്സ് പുള്ളി അഡോപ്റ്റ് ചെയ്യാനായിട്ട് നടന്നതുകൊണ്ട് ഈ പറഞ്ഞ ഡേറ്റിനേക്കാളും ഒരു 1 വീക്കോ 1 മന്ത് ബിഫോർ ഇദ്ദേഹം ബുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നു. അത് റിലീസ് ചെയ്യപ്പെടുന്നു, 1 മാസം മുമ്പ് അത് റിലീസ് ചെയ്യുന്നു. അതിന്റെ പേരിലുള്ള വലിയൊരു ഇൻസെന്റീവും ഇദ്ദേഹത്തിന് വിക്ടർ ഹ്യൂഗോയ്ക്ക് കിട്ടി. കാര്യം പറഞ്ഞുറപ്പിച്ച പൈസേനേക്കാളും കൂടുതൽ പൈസ. കാരണം ബുക്ക് എത്ര പെട്ടെന്ന് റിലീസ് ചെയ്യുന്നു അത്രയും കോപ്പീസ് വിൽക്കാൻ പറ്റും, അത്രയും ടേൺ ഓവർ ഇൻകം ആ പബ്ലിഷിംഗ് കമ്പനിക്കും വരും. സോ ദേ ഓൾസോ ഗേവ് ആൻ ഇൻസെന്റീവ്. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു വിജയത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ നമ്മുടെ ബോറിംഗ് ഡേയ്സ് നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ തയ്യാറായാൽ മാത്രമാണ് നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആവുള്ളൂ. ആരെങ്കിലും ഐ ഗീവ് 1 or 2 minutes, നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രോസസ്സിലേക്ക് ഇറങ്ങിയിട്ട്, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഇന്നത് അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ആ പാതി വഴിയിൽ നിർത്തിപ്പോയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പറയാമോ? ആരെങ്കിലും ബോറടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറെ സാഹചര്യങ്ങൾ വന്നുകൊണ്ടോ? വലിയൊരു ഡ്രീം ആയിരുന്നു, നമ്മൾ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ പരിപാടി അവസാനിപ്പിച്ചു. ആരെങ്കിലും യു ക്യാൻ ഷെയർ സംതിങ്. ഉണ്ട് സാറേ, ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കല് ഒരു സൂപ്പർവൈസർ ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു കുറെ ദൂരത്ത് എവിടെയെങ്കിലും കിട്ടി എന്നെ പറഞ്ഞയക്കില്ല പറഞ്ഞു. അതോട് കൂടിയിട്ട് അത് അവിടെ നിർത്തി. പിന്നെ എനിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇതിൽ പക്ഷെ നമുക്ക് ആരെങ്കിലും ബ്ലെയിം ചെയ്യാനുണ്ട്, ഹസ്ബൻഡിനെ ബ്ലെയിം ചെയ്യാനുണ്ട്. അതല്ലാതെ പഠിച്ച് നമ്മുടെ പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ബോറടിച്ചുകൊണ്ട് ഈ ഒരു എക്സാമ്പിളും കറക്റ്റ് ആണ്. കാരണം മറ്റുള്ളവർ പറയണതാണെങ്കിലും എന്താണെങ്കിലും സാഹചര്യമാണെങ്കിലും നമ്മൾ അതിനെ ഒഴിവാക്കി. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ സ്റ്റിൽ ആ ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പൊ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. വെരി ഗുഡ്. വേറെ ആരെങ്കിലും? ഓ, നിങ്ങളൊക്കെ ഭയങ്കര ഡീസന്റ് ആണല്ലേ, എല്ലാ ഡ്രീമും എല്ലാവരും അച്ചീവ് ചെയ്തു. ആർക്കൊന്നുമില്ലേ? അതല്ലെങ്കിൽ ഡ്രീം തേടി പോയിട്ടേ ഇല്ലേ? ഹലോ, ഇല്ലേ? നോയെങ്കിലും അടിക്കും, ചാറ്റിലെങ്കിലും അടിക്കും. എല്ലാവരും ഉറങ്ങിയോ? ഞാൻ മാത്രം പറയുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കേൾക്കുന്നുണ്ടോന്ന് അറിയില്ലല്ലോ. ഹലോ, കേൾക്കാനുണ്ട് സാർ. നിങ്ങൾ ആരെങ്കിലും ഡ്രീം വിനീത മാം പറഞ്ഞോളൂ.
വലിയ വലിയ ഡ്രീമുകളല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ വെച്ചിട്ട് ബോറിംഗ് കൊണ്ട് ഒഴിവാക്കാറുണ്ട്, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കാറുണ്ട് സർ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സോ നമ്മളെല്ലാവരും അങ്ങനെയാണ്, ഭൂരിഭാഗം പേരും അങ്ങനെയാണ്. അതിൽ നിന്ന് മാറിയവരൊക്കെ വലിയ സക്സസിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. കാരണം ഇറ്റ്സ് എ സീക്വൻഷ്യൽ പ്രോസസ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പൊ നമ്മൾ പറയും ബാഹുബലി പോലുള്ള സിനിമകളൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും RRR രാജമൗലിനൊക്കെ. അപ്പൊ ഇദ്ദേഹത്തിന് പുതിയ പടത്തിന്റെ ഷൂട്ട് തുടങ്ങാണ്. അതിന്റെ സ്ക്രിപ്റ്റിംഗ് തുടങ്ങിയിട്ട് എത്ര വർഷമായെന്നറിയോ? അവർ ആ പടം റിലീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു 2027 അവതാർ എന്ന് പറഞ്ഞ മൂവിയുടെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ട് ഇപ്പൊ സെക്കൻഡ് പാർട്ടിന് 10 വർഷമായി. ജെയിംസ് കാമറൂൺ എന്ന് പറയുന്ന വ്യക്തി 10 വർഷമായിട്ട് ആ പടത്തിനാണ്. ഈ ഡിസംബറിലാണ് അതിനെ റിലീസ് ചെയ്യുന്നത്. എന്നാലോചിക്കുക, 10 വർഷത്തെ ഒരു 3 മണിക്കൂർ ഫിലിമിന് വേണ്ടി ഒരു 10 years ഒക്കെ അവര് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് സിമ്പിൾ? നമുക്കറിയാം ഇപ്രാവശ്യം ദേശീയ അവാർഡ് നിഷേധിക്കപ്പെട്ടു. എങ്കിൽ പോലും ആടുജീവിതം എന്ന ഫിലിമിന് വേണ്ടി ബ്ലസ്സി എടുത്ത ഒരു എഫേർട്ട്, ബ്ലസ്സിയുടെ അടുത്ത മൂവി ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ പൃഥ്വിരാജ് എടുത്ത ഒരു എഫേർട്ട്, ഇറ്റ് വാസ് റിയലി ബോറിംഗ്. മറ്റേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഒരു 4 years 5 years ഒക്കെ കൊറോണയൊക്കെ വന്ന് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും. അങ്ങനെ പോകുമ്പോഴാണ് ദേ ആർ ഗെറ്റിംഗ് എ ഹ്യൂജ് സക്സസ്, അല്ലെങ്കിൽ നമ്മൾ ആ സക്സസിലേക്കുള്ള ബോറിംഗ് നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇതുണ്ടാവും. ഞാനൊക്കെ പരാജയപ്പെട്ടതിന്റെ ഏറ്റവും വലിയ കാരണം, പ്രത്യേകിച്ച് ഞാൻ എന്റെ ബോഡി ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്തായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു തോട്ട് പ്രോസസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കാന്ന് പറഞ്ഞത്. ഞാൻ എപ്പോഴും ക്വിക്ക് റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നോക്കിയിരുന്നത്. പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുക. നമ്മളിങ്ങനെ എന്താ പറയാ, ഇന്ന് ഡയറ്റ് തുടങ്ങുന്നു, ഒരാഴ്ച കൊണ്ട് നമ്മുടെ ബോഡി വെയിറ്റ് ഐഡിയൽ ഷേപ്പ് ആവും. അതിന് നമ്മളിപ്പോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ എങ്ങനെ 10 ദിവസം കൊണ്ട് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം, ഇതൊക്കെയായിരുന്നു നമ്മൾ നോക്കിയത്. എന്നിട്ട് ഇത് പകുതി ഫോളോ ചെയ്യില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ആ ബോറിംഗ് ഡേയ്സിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ ഈ രാഹുൽ ദ്രാവിഡിന്റെ ഒക്കെ അറിയാലോ, അദ്ദേഹത്തിനൊക്കെ വാൾ എന്ന് പറയുന്നത് നമുക്കറിയാലോ, വലിയ ഗ്രേറ്റ് വാൾ എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും ആ ബോറിംഗിലേക്ക് എന്താ പറയാ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവണം എന്നുള്ളതാണ് റോഡിന്റെ RO എന്നുള്ളൊരു പോയിന്റിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. അടുത്തൊരു പോയിന്റ് A എടുക്കുകയാണെങ്കിൽ ROA, അഡാപ്റ്റ് ബട്ട് ഡോണ്ട് ക്വിറ്റ്. നമ്മൾ ഈ ഒരു യാത്രയിൽ പോകുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഞാൻ പറയുന്നില്ല നിങ്ങളൊരു ഡ്രീമുമായിട്ട് ചേർന്ന സമയത്ത് ഒരു പെട്ടെന്ന് നമ്മള് ആ ഗോളിലേക്ക് എത്തുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ചിലപ്പോ റോഡ് ബ്ലോക്സ് ഉണ്ടാവും. ഇതുപോലെ പോലീസുകാരും ആൾക്കാരൊക്കെ നിന്നിട്ട്, ഇപ്പൊ നേരത്തെ ഹസ്ബൻഡ്, സിന്ധു മാമിന്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഇന്ന് പോകണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ ആ റോഡ് ബ്ലോക്കിൽ നിന്നിട്ട് ഞാൻ പിന്നെ തിരിച്ചു പോയേക്കാം എന്നല്ല. നമുക്കൊരു ഡ്രീം, സ്വപ്നം, ലക്ഷ്യം ഉണ്ടെങ്കിൽ ഭർത്താവിനെ എങ്ങനെ കൺവിൻസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതിനെ നിന്ന് വെറുതെ പഠിച്ചു നോക്കട്ടെ, നമുക്ക് ഇതിന് കിട്ടിയാ പോകണ്ട, അല്ലെങ്കിൽ ലോങ് ആണെങ്കിൽ പോകണ്ട എന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചു പോകായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഭർത്താവ് ഇങ്ങനെ സ്റ്റോപ്പ് സിഗ്നേച്ചർ കാണിച്ചപ്പോഴേക്കും നമ്മൾ അവിടെ നിർത്തി. സോ യു ആർ സ്റ്റിൽ ഡൂയിങ് ദ സെയിം ജോബ്. അപ്പൊ നമ്മളെല്ലാവരും എങ്ങനെ, ഇപ്പൊ ഞാനൊക്കെ ഒത്തിരി തവണ നമ്മൾ പല കാര്യങ്ങളിലേക്കും ഈ പറഞ്ഞ സ്റ്റോപ്പ് കിട്ടിയ സമയത്ത് നമ്മൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു അഡാപ്ഷൻ ആണ്. അഡാപ്ഷൻ അതായത് നമ്മളിപ്പോ ചെല്ലുന്ന സമയത്ത് ഒരു റോഡ് ബ്ലോക്ക് അവിടെ കാണും, ഇല്ല എന്ന് പറയുന്നില്ല. ഒരിക്കലും റോഡ് ബ്ലോക്ക് ഇല്ലാതെ ആരും ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് പക്ഷെ ഇട്ടിട്ട് പറഞ്ഞു. ഞാനിപ്പോ നേരത്തെ ആടുജീവിതത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഫിലിമിനൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഇവരുടെ ഒരു ജേർണി നോക്കാറുണ്ട്. അപ്പൊ ഇവര് എല്ലാ കാര്യം സെറ്റ് ചെയ്ത് ലൊക്കേഷനിലുള്ള സമയത്താണ് കൊറോണ വരുന്നത്. കൊറോണ വന്ന സമയത്ത് എന്താ പറയാ, ഇവര് ജോർദാനിലൊക്കെ പെട്ടുപോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഉപേക്ഷിക്കും. കാര്യം പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ 25-30 കിലോ കുറച്ചിട്ടാണ് ആടുജീവിതം എന്ന മൂവിക്ക് വേണ്ടി അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന് മറ്റു മൂവികൾ പെൻഡിങ് ആണ്, അത് ഈ കോലത്തിൽ അഭിനയിക്കാൻ പറ്റൂല. പിന്നെ ഇതെല്ലാം വിട്ട് വീണ്ടും ഫിലിം മാറിയിട്ട് വീണ്ടും ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകണം. എത്ര അൺഹെൽത്തി ആണെന്ന് അറിയാം. പക്ഷെ എങ്കിലും പുള്ളി ക്വിറ്റ് ചെയ്യാൻ തയ്യാറല്ല. കാര്യം ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് എവർ വർക്ക് ആണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒരിക്കലും അത് ക്വിറ്റ് ചെയ്യാനായിട്ട് അവര് തയ്യാറല്ല. ഇപ്പൊ നമ്മൾ നേരത്തെ കേണൽ സാൻഡേഴ്സിന്റെ കാര്യം പറഞ്ഞു. കേണൽ സാൻഡേഴ്സിന്റെ കാര്യം ആ 1009 times റിജക്ട് ചെയ്യുമ്പോഴും ലൈക്ക് സ്റ്റോപ്പാണ് പറയുന്നത്, നടക്കൂല, ഇതുപോലൊരു റെസിപ്പി ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങള് ഇതുപോലൊരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറയുമ്പോഴും ഹീസ് ലുക്കിംഗ് ഫോർ അതർ
ഓപ്ഷൻസ് വേറെ ആളുടെ അടുത്തേക്ക് പോവാണ്. കാര്യം പുള്ളിയുടെ ഡ്രീമില് പുള്ളിക്ക് നല്ലൊരു ഒരു വിശ്വാസമുണ്ട്, ഒരു സംഭവമാണ്. ഇപ്പൊ നമുക്കറിയാം വാട്സപ്പിന്റെ ഓണർ ആരാണ് ഇപ്പോ? ആരാണ് വാട്സപ്പിന്റെ ഓണർ? വാട്സപ്പ് ആരുടെ കയ്യിലാ? ഏത് കമ്പനിയാണ് വാട്സപ്പ് ഓൺ ചെയ്യുന്നത്? അതെങ്കിലും പറ. യെസ്, ഫേസ്ബുക്ക്. വാട്സപ്പ് കണ്ടുപിടിച്ചത് ഫേസ്ബുക്ക് ആണോ? അല്ല. വാട്സപ്പ് കണ്ടുപിടിച്ചത് ഫേസ്ബുക്ക് അല്ല. പക്ഷേ വാട്സപ്പിന്റെ അറിയാലോ, വാട്സപ്പ് അത് വളരെ ഹിറ്റായി വരുന്ന സമയത്ത് ഇവര് ഫേസ്ബുക്കിൽ ചെന്നു. ഓക്കെ, ഡു യു ഇൻട്രസ്റ്റഡ്, ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആപ്പ്. ഫസ്റ്റ് അവരെ റിജക്ട് ചെയ്ത വാട്സപ്പ് ഫേസ്ബുക്ക്. ഓക്കെ, ദിസ് ഈസ് നോട്ട് ബോത്ത് അല്ല എന്നുള്ള രീതിയിൽ ഫേസ്ബുക്ക് റിജക്ട് ചെയ്തു. പക്ഷെ അവരവരുടെ വർക്ക് അവര് സ്റ്റാർട്ട് ചെയ്തു. അവരെ കുറച്ചും കൂടി അറിയാലോ, ആളുകൾ കൂടുതൽ പേര് വാട്സപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഫൈനലി ഫേസ്ബുക്ക് അപ്രോച്ച്ഡ് ദം ആൻഡ് ഹാസ് ഗിവൺ ഓൾമോസ്റ്റ് $20 ബില്യൺ. നമുക്ക് അതിന്റെ ഇന്ത്യൻ റുപ്യ കണക്കൂട്ടാൻ പറ്റില്ല. ബില്യൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, $20 ബില്യൺ ആണ്. അത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് എത്രയാണ് വരുന്നത്? കുറച്ച് സമയം എടുക്കും. പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ നമ്മളൊരു വിജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരൊക്കെ റിജക്ട് ചെയ്തോട്ടെ, നമ്മുടെ വഴി നമ്മൾ മാറിപ്പോണം. പക്ഷെ ഒരിക്കലും ലക്ഷ്യം നമ്മൾ മാറരുത്. നമ്മൾ പറയാം, ഹൈവേയിലൊക്കെ ഒരുപാട് പണി നടക്കുന്നുണ്ട്. ഞാൻ ഈ റോഡിൽ നിന്ന് ടോപ്പിക് എടുക്കാനുള്ള ഒരു കാരണം ഇതാണ്. ഇപ്പൊ നമുക്കറിയാം, റോഡിൽ എത്രയോ സ്ഥലത്ത് ഇപ്പൊ ഞങ്ങളുടെ, പ്രത്യേകിച്ച് ഇപ്പൊ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന സ്ഥലം ഇപ്പൊ ഞങ്ങളുടെ ഈ അങ്കമാലി മുതൽ ഉള്ള ഒരു തൃശ്ശൂർ വരെയുള്ള ഏരിയയിൽ 4-5ഓളം ഈ അടിപ്പാതകളുടെ പണികളാണ് ഒരുമിച്ച് നടക്കുന്നത്. ഇത്രയും പാതകൾ ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് പല സ്ഥലത്തും ഹെവി ബ്ലോക്കാണ്. മിക്കവാറും സ്ഥലത്ത് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ചൊരു കറുകുറ്റിയൊക്കെ കഴിഞ്ഞ് അപ്പോളോ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടി പോലീസുകാർ ബ്ലോക്ക് ചെയ്തിട്ട് വണ്ടി തിരിച്ചിടും. അപ്പൊ ഒരാൾ പോലും തിരിച്ച്, അയ്യോ സാറേ അങ്ങനെ ഞാൻ പോണില്ല, തിരിച്ചു ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്, പോണില്ല. ആ തിരിച്ചു പോകുന്ന വഴിയിൽ ചിലപ്പോൾ അവർ ഗൂഗിൾ മാപ്പ് ഇടും. എന്നിട്ട് വേറെ ഏത് കൂടെ ആയിപ്പോ വഴി കൂടെ കയറിയിട്ട് ഹൈവേയിൽ എത്താൻ പറ്റും, മെയിൻ റോഡിലേക്ക് എത്താൻ പറ്റുന്ന അവരിങ്ങനെ കണ്ടിന്യൂസ് സെർച്ച് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അല്ലാതെ അവര് ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഹൈവേയിൽ വരുന്ന ആൾക്കാരൊന്നും ആ നാടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. ഇപ്പൊ എന്നെ പോലുള്ള ഒരു ബന്ധമുള്ളവരാണ്, എനിക്കറിയാം ഏത് വഴിക്ക് പോകണമെന്ന് അറിയാം. പക്ഷെ 90% ആളുകളും കാറിൽ വരുന്ന ആളുകൾ ആ വഴിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അവര് പെട്ടെന്ന് വഴി തിരിച്ചുവിടേണ്ടി വരുമ്പോൾ അവർക്ക് ഒരു ആൻഷ്യസ്റ്റി ഒക്കെ ഉണ്ട്. അയ്യോ ദൈവമേ, വണ്ടി തിരിച്ചുവിടില്ല, ഞങ്ങൾക്ക് നേരെയുള്ള വഴി അറിയുള്ളൂ. അപ്പൊ അവർ ഗൂഗിളിൽ ഇടും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചോദിക്കും, ചേട്ടാ ഈ കൊരട്ടിയിലേക്ക് എങ്ങനെ പോകാം, അല്ലെങ്കിൽ എനിക്ക് തൃശ്ശൂർക്കാണ് പോകേണ്ടത്, അപ്പൊ ഇതെങ്ങനെ ഏത് വഴിക്ക് തിരിച്ചു പോകും? അപ്പൊ ആളുകൾ വഴി പറഞ്ഞു കൊടുക്കും. അവര് പക്ഷെ വീണ്ടും മെയിൻ റോഡിലേക്ക് വരികയും പിന്നെ അവരവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുകയും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മള് ഒരിക്കലും വഴി മാറി എന്താ പറയാ സഞ്ചരിച്ചാൽ പോലും അതിന് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡ്രീം ഒക്കെ 4 ദിവസം മാറി നിന്നാൽ പോലും നമ്മൾ അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തിരിച്ച് നമ്മുടെ വഴിയിലേക്ക് വരണം. ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റോഡിന്റെ ഡ്രീം റിക്വയർസ് ഡയറക്ഷൻ ഡെയിലി. എല്ലാ ദിവസവും നമ്മുടെ സ്വപ്നങ്ങളെ നമ്മള് കൃത്യമായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കണം. The purpose of have a dream is to give you direction that requires a motion every day. നമുക്ക് ഒരു സ്വപ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4 ദിവസം അത് ചെയ്യുകയും പിന്നെ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വഴിമാറി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പം ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? അതിനെങ്കിലും ഒന്ന് മറുപടി പറ. യെസ് ഓർ നോ പറഞ്ഞേ, ഒന്ന് ചാറ്റ് ചെയ്താലേ മതി. ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു സർ. വേറെ എത്ര പേരുണ്ട്? ഓക്കെ, ശ്രീഷ്മ പറഞ്ഞു. വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ട് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവര്? സലാഹു, ഓക്കെ, യെസ്. വിനീത, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഈ ഗൂഗിൾ മാപ്പ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് വെറുതെ കൈ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തട്ടി, അല്ലെങ്കിൽ റോഡ് എവിടേക്കാന്നൊക്കെ നോക്കുമ്പോ പിന്നെ ഈ വഴി പോണത് കാണൂല. മീൻസ് ഈ പറഞ്ഞതിന്റെ ഒരു ആരോ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോ നമുക്കറിയാം ഇത് കറക്റ്റ് ആയിട്ട് തിരിച്ച് ഏത് വഴിക്കാ പോണെന്ന് കാണാൻ പറ്റൂല. അപ്പൊ അതിനകത്തൊരു സ്വിച്ച് ഉണ്ട് ഇതിനെ റീസെറ്റ് ചെയ്യാൻ. ആ സ്വിച്ചിന്റെ പേര് എന്നിട്ടാ, അതായത് നമ്മളിങ്ങനെ ഈ ആരോ ഒക്കെ അങ്ങോട്ട് കൂടെ ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും വഴിയിലേക്ക് വരാൻ വേണ്ടി ഒരു സാധനം ഞെക്കും. അത് ഏതെന്നായിരുന്നു പറയും? അങ്ങനെ ചെയ്തിട്ടില്ലേ? അല്ലേ? അല്ലല്ല, നമ്മളിപ്പോ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തൊക്കെ നോക്കി എന്ന് വിചാരിച്ചോ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വെച്ച് കഴിഞ്ഞാൽ വഴി പോണത് നമ്മൾ കാണില്ലല്ലോ, ആരോ വൃത്തിയായിട്ട് കാണൂല.
അപ്പൊ നമ്മൾ വേറെ സ്വിച്ച് ഉപയോഗിക്കുമ്പോഴാണ് ഡയറക്ഷൻ ആണോ? അല്ലല്ല, Raise to. റീസെന്റർ സ്വിച്ച് ഉണ്ടോ? റീസെന്റർ ഉണ്ടോ നിങ്ങളുടെ ആരെയും മൊബൈൽ ഇല്ലാതെ? നമ്മളിങ്ങനെ ഇങ്ങനെ കാണിച്ച കറക്റ്റ് സലാഹുവിന് അറിയാം. റീസെന്റർ എന്ന് പറഞ്ഞ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഞെക്കുമ്പോഴാണ് കറക്റ്റ് ഈ ആരോ കൂടിയിട്ട് നേരെ റോഡിലേക്ക് വരാം. അതായത് നമ്മള് ഒരു റോഡ് ഡയറക്ഷൻ ഇട്ട് പോകുന്ന സമയത്ത് ഗൂഗിൾ മാപ്പ് അങ്ങനെ പോകുന്നുണ്ടാവും, പക്ഷെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ കൃത്യമായ ഇത് തെളിയൂല. അപ്പൊ നമ്മള് ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കണോണ്ട്, അല്ലെങ്കിൽ കൈയൊക്കെ തട്ടി അങ്ങോട്ടൊക്കെ നോക്കി കഴിയുമ്പോൾ ഈ സാധനം ആരോ എവിടെയെങ്കിലൊക്കെ പോകും. അപ്പൊ നമ്മൾ റീസെന്ററിൽ ഞെക്കി കഴിഞ്ഞാൽ വീണ്ടും ഈ ആരോ കറക്റ്റ് ആയിട്ട് റോഡിലേക്ക് വരും, നമ്മൾ പോകുന്നതിലേക്ക് കറക്റ്റ് ആയിട്ട് വരും. അതുപോലെ നമ്മൾ ഈ ഡ്രീമൊക്കെ സ്വപ്നമൊക്കെ കണ്ടു പോണ സമയത്ത് നമുക്ക് ലക്ഷ്യമുണ്ട്. പക്ഷെ ഈ ലക്ഷ്യം കൃത്യമായിട്ട് ആ വഴിയിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇതിന്റെ ഡയറക്ഷൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും ഇതിന് ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, വിഷൻ ബോർഡും അല്ലെങ്കിൽ അഫർമേഷൻ ഒക്കെ ചെയ്യുന്നതിന്റെ റീസൺ എന്താണ്? നമ്മുടെ മനസ്സിന് കൃത്യമായ ഒരു ലക്ഷ്യം കൊടുക്കുക. ഈ ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ് പല ആളുകളും നമ്മുടെ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നത്. ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ലക്ഷ്യമില്ലാത്തതുകൊണ്ടല്ല, ലക്ഷ്യം ഡെയിലി റിമൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമ്മൾ വഴി തെറ്റിപ്പോകുന്നതിന്റെ ഒരു കാര്യം. ഇപ്പം എന്റെ ആഗ്രഹം ഒരു ഡ്രീം ബോഡി ആണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഇത് കാണുകയും അതിന് എന്നെ തന്നെ ഇൻസ്പയർ ചെയ്യാൻ വേണം. ഇപ്പൊ ഒരു ഫുഡ് കാണുമ്പോൾ നമ്മൾ അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ എന്താണ്, അത് കഴിച്ച എന്റെ ഫുഡ് എന്റെ ഹെൽത്ത് അങ്ങനെ ആവില്ല എന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, എല്ലാ ദിവസവും ഇതിനുവേണ്ടി വർക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞാലേ ഈ പ്രപഞ്ചത്തിന്റെ സാഹചര്യം മൊത്തം നമുക്ക് അനുകൂലമായ രീതിയിലേക്ക് അത് മാറും. അപ്പോ ജീവിതത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നുണ്ട്. ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കാന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ആർക്കും സ്വപ്നങ്ങളില്ലാത്തതുകൊണ്ടോ അതിനുവേണ്ടി പണിയെടുക്കാൻ തയ്യാറാത്തതൊന്നുമല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ എന്തിങ്ങനെ വഴിതിരിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. ഞാൻ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിനൊന്ന് സമ്മറൈസ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു വാക്ക് നമുക്കറിയാലോ, നമ്മൾ ഇതുപോലെ ഈ ഒരു വാക്ക് നിങ്ങൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ വരാൻ പറ്റും. സോ റോഡ് ഫ്രെയിം വർക്ക്, അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് റിച്വൽ ഓവർ റിസൾട്ട് ആണ്. നമ്മൾ റിസൾട്ടിലേക്ക് നോക്കാതെ റിസൾട്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും എന്താ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്യുക. ഇപ്പൊ ഒരു ബോഡി നല്ല ഷേപ്പിലും ഹെൽത്തിലും സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആള് തീരുമാനിക്കുകയാണ് ഡെയിലി ഞാൻ 1 hour നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡെയിലി 1 hour നടന്ന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ ഷുഗർ കുറയില്ല, ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡി വെയിറ്റ് പഴയ ഷേപ്പിലേക്ക് വരില്ല. ഇറ്റ് ടേക്സ് ടൈം. പക്ഷെ ഇഫ് യു റിപ്പീറ്റ് ദിസ് 1 hour എവറി ഡേ 1 year ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളിലൊക്കെ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. ഈവൻ ഞാൻ പറഞ്ഞ ജിമ്മിൽ പോവാത്ത ആൾക്കാർ, അതല്ലെങ്കിൽ ഡയറ്റ് എടുക്കുന്നു, നിങ്ങൾ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ഇഫ് യു ടേക്ക് ദ ഡയറ്റ് സ്ട്രിക്ട്ലി ഫോർ നെക്സ്റ്റ് 1 year ഇറ്റ് വിൽ ബി സംതിങ് അമേസിങ്. നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും മാറുന്നത്. അപ്പൊ നമ്മുടെ റിച്വൽസ്, നമ്മുടെ ഡെയിലി ഉള്ളത്, നമുക്ക് അഫർമേഷൻ ആണെങ്കിലും നമ്മൾ വിഷ്വൽ ബോർഡ് ആണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പൊ ബുക്ക് എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി 1 page എഴുതി കഴിഞ്ഞാൽ ഒരു പേജ് എഴുതിയാൽ മതി. 365 ദിവസം കൊണ്ട് എത്ര പേജായി? 365 പേജായി. ഇറ്റ്സ് എ ബുക്ക്. 365 പേജ് നമ്മൾ കൈകൊണ്ട് എഴുതുന്ന 365 എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ഒരു 200-250 പേജ് ആവും. ദാറ്റ്സ് ഇനഫ് ടു റൈറ്റ് എ ബുക്ക്. എല്ലാ ദിവസവും ഒരു പേജ് എഴുതിയാൽ മതി. എല്ലാ ദിവസവും ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ വലിയ ഫേമസ് ആവണം ആഗ്രഹിക്കുന്നത് ഡെയിലി ഒരു വീഡിയോ പോട്ടെ, വീക്കിലി ഒരു വീഡിയോ ചെയ്താൽ പോലും 56 വീഡിയോ ആവില്ലേ ഒരു വർഷം കൊണ്ട്? അത് നമുക്ക് എണ്ണം കൂട്ടി വരും. സോ റിച്വൽസ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ റിസൾട്ട്. രണ്ടാമത് ROI എന്ന് പറഞ്ഞാൽ ഓൺ യുവർ ബോറിംഗ് ഡേയ്സ്. നമ്മൾ എന്ത് പ്രോസസ്സിലേക്ക് വരുമ്പോഴും നമ്മുടെ ബ്രെയിന് അത്ര രസകരമല്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ അവിടെ നമ്മൾ ബോറിംഗ് ഡേയ്സ് എന്തായാലും വരും. ഡോപ്പമിൻ കിട്ടുന്നത് മാത്രമാണ് ബ്രെയിൻ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അത് നമ്മൾ ചിലപ്പോൾ TV കാണുന്നതാവാം, മൊബൈലിൽ നോക്കിയിരിക്കുന്നതാവാം, അങ്ങനെയുള്ള ഡോപ്പമിൻ റേസിന് മാത്രം ബോഡി നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷെ അവിടെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ആ ബോറിംഗ് ഡേയ്സിനെ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ഗിവ് യു റിസൾട്ട്. എന്ന് പറയുന്നത് അഡാപ്റ്റ് ആണ്, അത് ഡോണ്ട് ക്യൂട്ട്. വഴിയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഭർത്താവാം, നമ്മുടെ മക്കളാവാം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളാവാം, നമ്മുടെ ബോസ് ആവാം. പക്ഷെ ആ സാഹചര്യത്തെ അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും വഴി തിരിഞ്ഞു നടന്ന് നമ്മുടെ ലക്ഷ്യം ഒരിക്കലും ഉയരണം എന്നുള്ള നമ്മുടെ ലക്ഷ്യം അത് ഉപേക്ഷിക്കാതിരുന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം രക്ഷപ്പെടും. ലാസ്റ്റ് പോയിന്റ് D എന്ന് പറയുന്നത് ഡയറക്ഷൻ ഡെയിലിയാണ്. എന്ന് വെച്ചാല് എല്ലാ ദിവസവും നമ്മുടെ സ്വപ്നത്തെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേറെ ഒരാളും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക്
പിക്ചർ ആയിട്ടോ നമ്മുടെ മൊബൈലിലെ വാൾപേപ്പർ ആയിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് നമുക്ക് ഡെയിലി ഇപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ മൊബൈലിൽ സ്ക്രീൻ ആയിട്ട് ഇടാം, നിങ്ങളുടെ ഒരു വിഷൻ ബോർഡ് എന്ന് പറഞ്ഞ സ്ക്രീൻ ആയിട്ട് ഇടാം. അല്ലെങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എപ്പോഴും മൊബൈൽ നമ്മൾ എടുക്കുന്നതാണ്. വാട്സപ്പിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഒരു ഗോൾസ് ആയിട്ട് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ എഴുതുന്ന, നമുക്കറിയാം ഈ മാജിക്കിലുള്ളവരൊക്കെ പലപ്പോഴും എഴുതാറുണ്ട്, ഡെയിലി ഗോൾസ് എഴുതാറുണ്ട്. അപ്പൊ അവര് ഗോൾ എഴുതിക്കൊണ്ട് നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്ത നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി വളരെ ഈസി ആയിരിക്കും, വളരെ സുനിശ്ചിതമായിരിക്കും. അങ്ങനെ എല്ലാവർക്കും വിജയത്തിലേക്ക് എത്താനായിട്ട് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അ ലോട്ട്. ഓവർ ടു യു ഗോപിക. ഗോപിയ പോയോ? ഹലോ, ഞാൻ തന്നെ പറയാൻ പോണത്. ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ? അതിന് ഫീഡ്ബാക്ക് സെക്ഷൻ ആണ്. അപ്പൊ ഓരോരുത്തരും മുന്നോട്ട് വരിക, ഫീഡ്ബാക്ക് പറയാ. വിളിക്കണോ? ഇനി ഓരോരുത്തരുടെ പേര് വിളിക്കണോ? ആരും മുന്നോട്ട് വരുന്നില്ല. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ പറയാം മാം. അതെ, വിനിത പറയുന്നു. വിനീത. സാറിന്റെ ഇന്നത്തെ സെഷൻ ഒരു ഇൻസ്പയറിംഗ് സെഷനാണ്. നമുക്ക് എന്നും നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് എപ്പോഴും ചിന്തിക്കും. പക്ഷെ ചെയ്തു തുടങ്ങും. സാറ് പറഞ്ഞ അതേ രീതിയിൽ തന്നെ കുറച്ച് ദിവസം, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച എത്തുമ്പോൾ ബ്ലോക്ക് ചെയ്ത് അവിടെ നിർത്താണ്. നമ്മൾ തന്നെ ഒരു ഇന്റേണൽ ബ്ലോക്ക് ഉണ്ടാക്കി സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഈ ബോറിംഗ് ഇല്ലാതെ ഈ റോഡ് എന്നുള്ള രീതിയിലൂടെ നമുക്ക് പോയാൽ പറ്റുമെന്നുള്ളത് ഈ രാവിലെ തന്നെ കേട്ടപ്പോ എന്റെ മനസ്സിലൊരു ആഗ്രഹം. ഞാനും കുറച്ച് ഇതേപോലെ ഡ്രീമുകളുടെ പുറകെ പോകുന്ന ഒരാളാണ്. അപ്പോ അതിലേക്ക് എത്താനായിട്ട് ഈ ഒരു സാറിന്റെ ഇന്നത്തെ സെഷൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഇതിന്റെ പുറകില് ഈ എല്ലാ ദിവസവും അതേപോലെ തന്നെ ഞാൻ മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്തിരുന്നു. അതും വെരി പവർഫുൾ, വളരെ നല്ലതായിരുന്നു. രാവിലെ ഈ സമയത്ത് ഇങ്ങനെ കൊടുക്കുന്ന ഇതിന് പിന്നിൽ നിൽക്കുന്ന എല്ലാവരോടും താങ്ക്സ് അലോട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വിനീത മാം. താങ്ക് യു. ഇനി അടുത്തത് ആരാ പറയുന്നത്? അടുത്ത ഫീഡ്ബാക്ക് പറയാ. ആരില്ലേ? ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലേ? ദിവ്യ പറഞ്ഞോളൂ. നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. നല്ലൊരു ഇൻസ്പയറിംഗ് സെഷൻ ആയിരുന്നു. ഇത് പറഞ്ഞതുപോലെ തന്നെ നമ്മള് എന്താ പറയാ, ഇത് വലിയ വലിയ ഡ്രീംസ് ഒക്കെ നമ്മളിങ്ങനെ എഴുതി ജേണലായിട്ടൊക്കെ എഴുതി വെക്കും നമ്മള്. പക്ഷെ കുറച്ച് എത്തുമ്പോ നമുക്ക് വീണ്ടും ഈ പറഞ്ഞ പോലെ ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പൊ അത് എപ്പോഴും നമ്മള് ബോറിംഗ് ആയിട്ട് തോന്നുമ്പോ നമ്മൾ അതിനെ ചെയ്യുന്ന പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് വ്യത്യാസം നമുക്ക് വരും. അപ്പോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും നമ്മള് ഒരു വർഷത്തേക്ക് 5 വർഷത്തേക്കൊക്കെ ഡ്രീം ഉണ്ടാക്കി വെക്കുമ്പോ നമ്മള് ഡ്രീംസിലേക്കുള്ള വർക്ക് തുടങ്ങുന്നത് 4.5 വർഷം കഴിഞ്ഞിട്ടാണ്. അവസാനത്തെ 6 മാസത്തേക്കാണ് തുടങ്ങുന്നത്. അതാണ് പ്രശ്നം. അപ്പോ ചെറിയ ചെറിയ കാര്യങ്ങള് ചെയ്യുമ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഈ വലിയ വലിയ ഡ്രീംസ് എഴുതി വെക്കുമ്പോൾ നമുക്ക് വളരെ ബോറിംഗ് ആയിട്ട് തോന്നും. ആ സമയമാകുമ്പോ നമുക്ക് തുടങ്ങാം എന്നുള്ളൊരു രീതിയിൽ. അപ്പൊ കുറെ നമുക്ക് പ്രത്യേകിച്ച് എന്റെ ഹെൽത്തിന്റെ കാര്യം ആലോചിക്കുമ്പോ കുറച്ച് നാള് എക്സസൈസ് ചെയ്യും, പിന്നെ അവിടെ നിർത്തി വെക്കും. പിന്നെ വാക്കിങ്ങിന് പോവും, പിന്നെ ഇപ്പൊ മഴയായപ്പോ അത് നിർത്തിവെച്ചു. അപ്പൊ നമുക്കൊരു കണ്ടിന്യൂവേഷൻ വേണം. എങ്കിൽ മാത്രമാണ്, ഒരു കൺസിസ്റ്റൻസിയോടുകൂടി പോയാൽ മാത്രമേ അതിനൊരു എന്താ പറയാ, അതൊരു സക്സസ് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യമാണ് സാറിന്റെ ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. താങ്ക് യു സോ മച്ച്. അപ്പോ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ റോഡ് എന്നുള്ള ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് ഇനി മുതൽ ഒന്ന് പോയി നോക്കാം. എന്നിട്ട് ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ നെക്സ്റ്റ് വീക്കിൽ പറയാം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ. താങ്ക് യു. ഇനി അടുത്ത ആള് റീത ഇല്ലേ ഇതില്? റീത മണിസാറ. മജിക് മോർണിംഗ്. ഞാനൊരു യാത്രയപ്പിന്റെ തിരക്കിലാണ്, അതാണ് ഇങ്ങനെ ഇതായത്. ഏതായാലും സാർ കേട്ടിട്ടുണ്ട്, നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. നമ്മളെ എപ്പോഴും ഗോളിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ അതിന്റെ ആ പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യണം എന്നുള്ളത്. ബോറിംഗ് ആയിട്ടുള്ള കുറച്ച് ഇത് ഉണ്ടാവും ചിലപ്പോൾ.
നമുക്ക് കുറച്ച് വിഷമകരമായിട്ടുള്ള ഘട്ടങ്ങളായിരിക്കും മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നമ്മളത് കൺസിസ്റ്റന്റ് ആയിട്ട് പോയാലേ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് ശരിക്കും എത്തുള്ളൂ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ നല്ല ഒരു ലക്ഷ്യത്തിൽ എത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് ആ പോയ പീരീഡ് നമുക്ക് എൻജോയ് ചെയ്യാനും നമ്മളുടെ ഓർമ്മകളിലേക്ക് നിലനിർത്താനും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാനും ഉപകരിക്കുന്നുള്ളതാണ്. എല്ലാം നല്ല ഒരു ക്ലാസ് തന്നെയായിരുന്നു സാർ. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സാർ. താങ്ക് യു. റസാഖ് സാർ. റസാഖ് സാർ ഇല്ല ഇതില്? ഇതിലുണ്ടല്ലോ. ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട്. ഇനി ആർക്കെങ്കിലും പറയാണ്ടാ? ഓസ്റ്റിൻ സാർ, പറയൂ. സാർ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. ഞാനൊക്കെ എപ്പോഴും ഇങ്ങനെ ഗോളൊക്കെ നന്നായിട്ട് എഴുതി വെക്കും, പക്ഷെ കുറച്ച് ദിവസം പോകുമ്പോൾ ആ കൺസിസ്റ്റൻസി ഒന്ന് മാറിപ്പോവും. അതിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളായിരുന്നു. എന്തായിരുന്നാലും സാറ് പറഞ്ഞ ഈ സിസ്റ്റത്തിലൂടെ ഒന്നും ഞാൻ എന്തായിരുന്നാലും നോക്കിയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ റിസൾട്ട് പറയും സാർ. ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പറയാം. അപ്പോഴേ അത് കറക്റ്റായിട്ട് ആ പോകുന്ന റിസൾട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ആയിട്ടുള്ള തടസ്സങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് 2 ദിവസം മടങ്ങി പോകുമ്പോൾ പിന്നെ നമ്മുടെ ആ പോകുന്ന റൂട്ടിൽ നിന്ന് അത് മാറിപ്പോവാണ്. എന്തായിരുന്നാലും ഒരു ഉപകാരപ്പെട്ട ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് മാം. താങ്ക്സ്. താങ്ക് യു മാം. ഞാനും കൂടി പറയാം. ഞാന് ഇപ്പൊ സാറിനോട് പറഞ്ഞല്ലോ അങ്ങനെ ഇത് കാരണം ക്ലാസ് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് നമ്മളെ ബിമേജിക്കൽക്ക് വരുന്നതിന്റെ മുന്നേ കേട്ടാ. ഇതില് വന്നിട്ട് ഇത്രയും ക്ലാസ്സുകൾ കേട്ടിട്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനത് മാറ്റി വെക്കില്ലായിരുന്നു. ഞാനത് പിന്നെയും തുടർന്ന് പോയിരുന്നു. പക്ഷെ ഇപ്പോ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ വിട്ടുപോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞത് നമ്മളെ എക്സസൈസ് ആണ്. കാരണം ഇതിൽ ചലഞ്ച് വെച്ച സമയത്ത് 1 മാസം കൃത്യമായിട്ട് ചെയ്തിരുന്നു. കൃത്യമായിട്ട് പിന്നെ നമുക്കത് മടിയായി. കാരണം നമ്മളൊരാള് ബാക്കിന്ന് തള്ളാനുണ്ടെങ്കിൽ, സത്യമാണ്, നമ്മളൊരാള് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. നമ്മൾ ആരും എന്തായാലും നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ എന്തോ അത് മുടങ്ങി പോവാറുണ്ട്. എന്തായാലും ഇന്ന് തൊട്ടിട്ട് 1 മാസം സാറ് പറയണ പോലെ ഞാൻ കൺസിസ്റ്റൻസി ആയിട്ട് ഞാൻ എൻ്റെ എക്സസൈസ് ചെയ്യും. എന്നിട്ട് 1 മാസം കഴിഞ്ഞ സാറിന് റിസൾട്ട് തരാം. ഇവരെല്ലാവരും ഒരാഴ്ച 2 ആഴ്ച, ഞാൻ 1 മാസം. കാരണം 1 മാസം ഓടും നോക്കണമല്ലോ. അപ്പൊ എന്തായാലും ഞാൻ ചെയ്തിരിക്കും. നല്ല ക്ലാസ് ആയിരുന്നു സാറേ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിവേ താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിന്നെ ഫീഡ്ബാക്ക് പറയാം ആരും ഇല്ലെങ്കിൽ നമുക്കിത് അതിൻ്റെ ചെയ്യാം. ഹലോ സാർ, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. സാർ അതിനകത്ത് പറഞ്ഞില്ലേ ഇനി എല്ലാ ദിവസവും നമ്മുടെ ഡ്രീമിനെ ഓർമ്മിക്കാൻ, അതിപ്പം ഡ്രീം എഴുതി വെച്ചിട്ടാണോ പിന്നെ ആക്ഷൻ കൊണ്ട്? ഏറ്റവും നല്ലൊരു പരിപാടി എന്ന് വെച്ചാലേ, ഞാൻ എന്റെ റൂമിലൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കൊരു വിഷൻ ബോർഡ് ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ടാവല്ലോ. ഒരു വിഷൻ ബോർഡ് പോലെ നമ്മളിപ്പോ നമ്മൾ എത്തുന്ന ഒരു ഡെസ്റ്റിനി നമ്മളൊരു പിക്ചറൊക്കെ ആയിട്ട് നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഇപ്പൊ ബെഡ്റൂമിലെ ആൾക്കാരാണ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി തുറക്കണ മറ്റേ വാതിലുണ്ടല്ലോ, അതിനുള്ളിലൊക്കെ ഒട്ടിച്ചു വയ്ക്കുക. അപ്പൊ എന്നാലും എല്ലാ ദിവസവും നമ്മൾ ഡ്രസ് എടുക്കാൻ പോകുമ്പോൾ ഈ സാധനം കാണും. അപ്പൊ നമ്മുടെ ബ്രെയിനിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കും. ഓക്കെ, യു ഹാവ് ടു അച്ചീവ് ദിസ്, ഇത് വേണം എന്നുള്ള സാധനം വരും. അപ്പൊ പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആ സാഹചര്യങ്ങളൊക്കെ നമ്മളിലേക്ക് അങ്ങനെ വരികയും ചെയ്യും. ഇതൊരു കോൺസ്റ്റന്റ് റിമൈൻഡിങ് ആണ്, ഡയറക്ഷൻ. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നീയല്ലേ സെറ്റ് ചെയ്തത് ഒരു ബുക്ക് എഴുതുന്നു, അപ്പൊ ആ ബുക്ക് നിങ്ങൾ എഴുതി തുടങ്ങിയിട്ടില്ല എന്ന് നമ്മളെ മനസ്സിനെ റിമൈൻഡ് ചെയ്യാൻ പറ്റും. ഒരു ഡയറക്ഷൻ റിമൈൻഡർ എപ്പോഴും നമുക്ക് ഒരു സെറ്റ് വരും. അപ്പൊ അതുകൊണ്ട് പിക്ചേഴ്സ് ആണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മുടെ വാൾപേപ്പർ ആയിട്ട് മൊബൈൽ ഫോണിൽ വാൽപേപ്പർ ആയിട്ട് ഇടാം. എപ്പോഴും നമ്മൾ കണ്ട കാര്യങ്ങൾ, അതുകൊണ്ടല്ല ദൃശ്യം സിനിമയുടെ ഒരു കോൺസെപ്റ്റ് തന്നെ അതല്ലേ. സോ അവര് എന്തുകൊണ്ടാണ് ആ ജോർജ് കുട്ടി രണ്ടാമത് ആ കുട്ടികളെ ആ ഒരു സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോയതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാല്, നമ്മളൊരു കഥ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് അത് മറന്നുപോകും. പക്ഷെ അവരത് എക്സ്പീരിയൻസ് ചെയ്യാണ്. പക്ഷെ അവര് ഇറ്റ്സ് ആൻ അനദർ ഡേ. അപ്പൊ അവരോട് ഫുഡ് കഴിക്കുന്നു, അവര് തിയേറ്ററിൽ കയറുന്നു. അപ്പൊ എല്ലാവരുടെ മറിച്ചും തിരിച്ചു വെച്ചിട്ടും ഒരാൾ പോലും തെറ്റായ ആൻസർ പറയാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദേ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്, അല്ലെങ്കിൽ കണ്ടു ആ സാധനം. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഏറ്റവും നല്ല ഇൻപുട്ട് എന്ന് പറയുന്നത് കാഴ്ചയാണ്. അപ്പൊ ആ കാഴ്ചയിൽ കൊടുത്താൽ നല്ലതായിരിക്കും. താങ്ക് യു. അപ്പൊ നമുക്ക് അന്ന് നിർത്തിയാലോ?
അപ്പൊ എല്ലാവർക്കും താങ്ക് യു ജീനമ്മേ. താങ്ക് യു. എല്ലാവർക്കും ഒരു കാര്യം പറയട്ടെ. ഇന്നലെ പറഞ്ഞോളൂ. ഇന്നലല്ലേ മിനിഞ്ഞാന്ന് രാവിലെ ഞാൻ ഇവിടെ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ പോയപ്പോഴേ ഞാൻ മിനിഞ്ഞാന്നാണ് കണ്ടത്. മക്കളൊക്കെ മുന്നേ കണ്ടിട്ടുണ്ട് അത്ര. അവിടെ TV വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലുണ്ട് അവര് മേലെ ആ TV ഇങ്ങനെ കാണിക്കുന്നുണ്ട് 2027 ഈ മെഡിസിറ്റി ഹോസ്പിറ്റൽ ഒരു 6 നില കെട്ടിടമായിട്ട് ഉയരുന്നിട്ടൊരു നല്ലൊരു ചിത്രമൊക്കെ കൊടുത്തിട്ട് അതിങ്ങനെ കാണിക്കന്നെ അത് ട്ടോ. അപ്പൊ ഞാൻ ഇവിടെ വന്ന് മക്കളോട് പറഞ്ഞു, പോലെ പറഞ്ഞ് ഇത് കുറെ മുന്നുണ്ടാവുമ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വിഷൻ ബോർഡ് ഉണ്ടാക്കിയാണ് അവര്. കേരളത്തിലെ നമ്പർ 1 ഹോസ്പിറ്റലായിട്ട് എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് ഇത് മാറി എന്ന് പറഞ്ഞിട്ട് 2027 വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുക അവര്. സത്യം കണ്ടപ്പോ എനിക്കും തോന്നി സാറ് പറഞ്ഞ നമ്മളൊരു പിക്ചറായിട്ട് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും വാൾപേപ്പർ ഉണ്ടാക്കാറ് മൊബൈലില്. ഓക്കെ, നല്ല ഇൻഫർമേഷൻ. ഓക്കെ, താങ്ക് യു താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ടീച്ചർ. താങ്ക് യു Thank താങ്ക് യു you, വെരി മച്ച്. sir. താങ്ക് യു ഓൾ. Thank you. Thank you. Bye bye. Thank you, sir.